السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا وأنت وسيلتنا، أدركنا أعثنا انظرنا. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള പണ്ഡിതന്മാര്, ഒരുമിച്ച് കൂടിയ ലൈവിൽ ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരിമാർ, നീണ്ട ഒരു സംസാരം ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ ഇവിടുത്തെ ഉസ്താദ് അല്പം നസീഹത്തിലൂടെ സംസാരിച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥലം ഖതീബ് സഖാഫി അവറുകളും അൽഹംദുലില്ലാഹ് ധാരാളം പണ്ഡിതന്മാര് നമ്മുടെ സ്റ്റേജിലുണ്ട്. ഇവിടുത്തെ ഉസ്താദന്മാരായ സഖാഫിയും അഹ്സനയും നമ്മുടെ നാട്ടുകാരനായ നമ്മളൊക്കെ എല്ലാമായ നമ്മുടെ മദനി, അങ്ങനെ കല്ലേരി ഉസ്താദായ അനസ് അസരി പൊയ്യത്തവേൽ, നമ്മുടെ ജമാഅത്തിന്റെ എല്ലാമായ നമ്മുടെ അധ്യക്ഷൻ പ്രസിഡന്റ് നമ്മുടെ സിദ്ദീഖ്, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് പ്രിയപ്പെട്ട ആളുകൾ എല്ലാവരും നമ്മോട് കൂടെയുണ്ട്. അല്ലാഹു ഖൈറാത്ത് ബറകാത്തുകൾ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ഫസൽ മീഡിയ, നമ്മുടെ ബഷീർ മദനി എല്ലായിടത്തും ഉണ്ടാവും. അല്ലാഹു മദനിക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഖൈറാത്ത് ബറകാത്തുകൾ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഒരുമിച്ച് കൂടിയത് തുർക്കലക്കയിലെ അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പെട്ട വലിയ കറാമത്തിന്റെ വ്യക്തിത്വങ്ങളായ മഹത്തുക്കൾ, അവരെ അനുസ്മരിക്കുന്ന കൊല്ലത്തിൽ നടക്കുന്ന ആണ്ട് ഉറൂസ് പരിപാടിയിലാണ് നാം ഒക്കെ സമ്മേളിച്ചിട്ടുള്ളത്. ഇന്നലെ തുടങ്ങിയ നമ്മുടെ മജ്‌ലിസ് ഇന്ന് രണ്ടാമത്തെ ദിവസം. ഇനി നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. സമാപന ഉറൂസും ഇവിടെ നടക്കും. എല്ലാ ആളുകളും മുഴുവൻ പരിപാടികളിലും സംബന്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാടിന് വെളിച്ചമായി നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മഹത്തുക്കളുമായി ബന്ധപ്പെട്ട് ഔലിയാക്കന്മാരെ ചാരത്ത് ഇടം പിടിച്ച്
എവിടെ പോയി? സൂറത്തുൽ ഫാത്തിഹ, യാസീൻ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ ഉൾപ്പെടെയുള്ള ഖുർആന്റെ സൂക്തങ്ങൾ ഓതി അവരോട് മുൻനിർത്തി അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടായിക്കിട്ടിരിക്കുകയാണ്. അത് ഔലിയാക്കന്മാരുടെ വലിയ കറാമത്താണ്. അവരൊക്കെ തവസ്സുലാക്കി ഇടയാളനാക്കി അള്ളാഹുവിലേക്ക് ഉയർത്തുമ്പോൾ, കൈകൾ ഉയർത്തുമ്പോൾ അള്ളാഹു അത് വെറുതെയാക്കൂല. മഹാന്മാര് തീർച്ചയായും അതിൽ ഇടപെടും, അതിലൊരു സംശയമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹത്തുക്കളെ ബഹുമാനിക്കുന്ന, ഔലിയാക്കന്മാരെ ആദരിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. പ്രത്യേകിച്ച് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം എന്തുകൊണ്ടും അള്ളാഹുവിലേക്ക് അടുക്കേണ്ട, അള്ളാഹു തന്നെ എന്റെ മാസമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു മാസമാണല്ലോ റജബ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിനക്ക് അള്ളാഹു വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്, ആദരവ് നൽകിയിട്ടുണ്ട്. ഈ മാസത്തിനെ മുതലാക്കൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കടമപ്പെട്ടതാണ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട ശറഫേറിയ ദുആ ഇജാബത്തുള്ള സമയങ്ങളിൽ, ധന്യ മുഹൂർത്തങ്ങളിൽ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് പരിശുദ്ധ റജബ് മാസം, വരാനിരിക്കുന്ന ശഅബാൻ മാസം, വരാനിരിക്കുന്ന റമളാൻ മാസം, ഇങ്ങനെ 3 മാസങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയ, നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാനും നമ്മുടെ ദറജ വർദ്ധിക്കാനും അള്ളാഹു നമുക്ക് ഹസനാത്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നൽകിയ ഈ പരിശുദ്ധമായ മാസങ്ങളെ നാം മുതലെടുക്കുക. കഴിവിന്റെ പരമാവധി റബ്ബിലേക്ക് അടുക്കാൻ ഈ പരിശുദ്ധ റജബിൽ നാം തയ്യാറാകേണ്ടതുണ്ട്. അനാവശ്യമായ പ്രവണതകളിൽ നിന്ന്, വേണ്ടാത്ത വിഷയങ്ങളിൽ നിന്ന് നാം അകന്ന് ജീവിക്കുക. റജബിന്റെ തുടക്ക സമയങ്ങളിലാണ് നാം ഒക്കെ നിലകൊള്ളുന്നത്. ഇനിയുള്ള എല്ലാ ദിവസങ്ങളും രാപ്പകലുകള് ഏറെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പഠിപ്പിച്ച നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് നാം അടുക്കുക. തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് പൊറുപ്പിക്കാൻ പറ്റിയ ഇത്ര മഹത്വമേറിയ ഒരു മാസം അള്ളാഹു നമുക്ക് വേറെ നൽകിയിട്ടുണ്ടോ? ഈ റജബും ശഅബാനും റമളാനൊക്കെ നാം ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളും ഫിത്ന, ഫസാദ്, പേക്കൂത്തുകള്, അതെല്ലാം റബ്ബിലേക്ക് കൈകൾ ഉയർത്തി മനസ്സറിഞ്ഞ് ദുആ ചെയ്യാൻ പറ്റിയ ഒരു സമയം. ഒരു കാരണവശാലും നാം ഇത്തരം മാസങ്ങളെ നാം നഷ്ടപ്പെടുത്തിക്കൂടാ. ധാരാളം ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, ഇസ്തിഗ്ഫാർ പറയുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. നല്ല കാര്യങ്ങൾ എപ്പോഴും ചൊല്ലണം, എപ്പോഴും പറയണം. പ്രത്യേകിച്ച് ഈ മാസത്തിൽ നാം മുതലെടുക്കുക. തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് പൊറുപ്പിക്കുക. എത്ര വലിയ തെറ്റാണെങ്കിലും അള്ളാഹു പുറത്തു തരും. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. പരിശുദ്ധ ഖുർആൻ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട്, കൈകൾ ഉയർത്തിയിട്ട്, മനസ്സുരുകി ഖൽബ് പൊട്ടുന്ന രൂപത്തിൽ ചിന്തിച്ച്, ചുണ്ട് വിതുമ്പി കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ച് അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹ് പുറത്തു തരാത്ത ഒന്നുമില്ല. അത് ചോദിക്കുന്ന രൂപത്തിൽ നാം റബ്ബിനോട് ചോദിക്കണം. എല്ലാം അള്ളാഹു പുറത്തു തരും. അതുകൊണ്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ നാം മുക്തനായി, നല്ല സജീവമായി
അള്ളാഹുവിലേക്ക് നാം അടുക്കുക. അങ്ങനല്ലേ? തെറ്റുകൾ സംഭവിക്കും. നമ്മളാരും മാസൂമികളായ അമ്പിയാക്കളല്ല, തുർക്കലിക്ക് ഔലിയാക്കന്മാരെ പോലത്തെ ഔലിയാക്കന്മാരല്ല. തെറ്റുകളൊക്കെ സംഭവിക്കും. റബ്ബിനോട് പൊറുക്കൽ ചോദിക്കുക. അള്ളാഹു പുറത്തു തരുന്നത് വരെ റബ്ബിലേക്ക് മടങ്ങുക. അങ്ങനല്ലേ മഹാന്മാരായ സ്വഹാബികളൊക്കെ കാണിച്ചു തന്നത്? ഞാൻ വാക്ക് ചുരുക്കുകയാണ്, സമയക്കുറവ് കാരണം. എനിക്ക് 10 മണിയാകുമ്പോഴേക്ക് വീട്ടിലത്ത് ഒരു പരിപാടിയുണ്ട്, അത് സംബന്ധിക്കാനുണ്ട്. അത് കേട്ട് നേരെ മലപ്പുറത്ത് നാട്ടു പോകേണ്ടതുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് നിർത്തി ദുആ കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങും. ഞാൻ സഖാഫി പറഞ്ഞതുപോലെ ഇവിടെ മറ്റുള്ള പരിപാടികളൊക്കെ നടക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന്റെ ശേഷമേ എല്ലാവരും പോകാവൂ എന്ന് അറിയിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സയ്യിദുനാ സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഹാബിയായിരിക്കുന്ന പ്രിയപ്പെട്ട സാലബ റളിയല്ലാഹു അൻഹു വലിയ സൂക്ഷ്മതയുള്ള, വലിയ വറഉള്ള, നല്ല തന്റെ ഇടമുള്ള, നല്ല ഇൽമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു, സ്വഹാബിയായിരുന്നു. ആ മനുഷ്യനെ, സ്വഹാബിയെ എല്ലാവർക്കും വലിയ വിശ്വസ്തമാണ്, എല്ലാവരും അംഗീകരിച്ച മനുഷ്യനാണ്. ആ മഹാനായിരിക്കുന്ന സാലബ റളിയല്ലാഹു അൻഹുവിനെ ആ നാട്ടിലെ രാജാവാകുന്ന ഒരു വ്യക്തി നീണ്ട വലിയൊരു യാത്രക്ക് പോവുകയാണ്. നീണ്ട ഒരു യാത്രക്ക് പോകുമ്പോൾ ആ മുതലാളിയായ രാജാവ് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു മനുഷ്യനല്ലേ സാലബ റളിയല്ലാഹു അൻഹു. വാക്കു ചുരുക്കി പറയാണ്, സമയക്കുറവ് കാരണം. ആ സാലബ റളിയല്ലാഹു അൻഹുവിനെ നാട്ടിലെ രാജാവ് അതാ വിളിച്ചു പറയുന്നു, പ്രിയപ്പെട്ട സാലബ റളിയല്ലാഹു അൻഹു, ഞാനൊരു നീണ്ട യാത്രക്ക് വേണ്ടി പോവുകയാണ്. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരൂ. ആ നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് വരെ സാലബ, എന്റെ കുടുംബങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ വാഹനങ്ങൾ അഥവാ കുതിരകള്, ഒട്ടകങ്ങള്, എന്റെ മൃഗങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. എന്റെ മക്കള്, ഫാമിലി ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്, അവരൊക്കെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. സാലബ റളിയല്ലാഹു അൻഹുവിനെ നാട്ടിലെ രാജാവ് കാര്യം ഏൽപ്പിച്ചു. സാലബ അത് ഏറ്റെടുത്തു. റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു. സാലബ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഷെഡ് കെട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ ഒരു ഷെഡ്. ആ ഷെഡിൽ മഹാനായിരിക്കുന്ന സാലബ റളിയല്ലാഹു അൻഹുവിനെ അതാ ഇരുത്തിയിട്ട് ഏൽപ്പിച്ചുകൊണ്ട് മുതലാളി അങ്ങ് യാത്രക്ക് പോയി. യാത്രക്ക് പോയപ്പോൾ 1, 2, 3 ദിവസങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, സാലബാനെ ഏൽപ്പിച്ചതല്ലേ ഈ ആ നാട്ടിലെ രാജാവ്. എന്താണ് ഏൽപ്പിച്ചത്? എന്റെ മൃഗങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, എന്റെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്റെ ഭാര്യമാരെ, എന്റെ കുടുംബങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്റെ സ്വത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. സാലബ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞതല്ലേ. ഈ മൃഗങ്ങളെയും ഒട്ടകങ്ങളെയൊക്കെ ശ്രദ്ധിക്കുകയാണ്. അക്കൂട്ടത്തിൽ സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം സാലബ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വാതിൽ തുറന്നു, പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ അതാ രാജാവിന്റെ ഭാര്യ, ആ ഭാര്യയെ കാണാൻ പറ്റി. കാരണം സാലബ റളിയല്ലാഹു അൻഹു കാണാൻ ഉദ്ദേശിച്ചവർ അല്ല. നല്ല സൂക്ഷ്മതയുള്ള, തഖ്വയുള്ള വലിയ സ്വഹാബിയാണ്, നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ സാലബ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നങ്ങ് പുറത്തേക്ക് വന്നപ്പോൾ ആ ഭാര്യ അവരുടെ വീട്ടിന്റെ കതക് തുറന്നു, വീട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങി. സാലബ റളിയല്ലാഹു അൻഹു ഭാര്യയെ കണ്ടുപോയി. ആ കണ്ണുകൊണ്ടൊന്ന് കണ്ടു. സൂക്ഷ്മ
സൂക്ഷ്മതയുള്ള മഹാനായിരിക്കുന്ന സാലബ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, അല്ലാഹു എന്നെ ഈ വീട്ടുകാരൻ മുതലാളി ഈ നാട്ടിലെ രാജാവ് ഏൽപ്പിച്ചു പോയ ഉത്തരവാദിത്തം എന്താണ്? എന്റെ കുടുംബങ്ങളെ നോക്കണം, എന്റെ സ്വത്ത് നോക്കണം, മൃഗങ്ങളെ നോക്കണം എന്നല്ലേ. പക്ഷേ പുറത്തിറങ്ങിയപ്പോ അബദ്ധത്തിൽ കണ്ടുപോയ ആ രാജാവിന്റെ ഭാര്യന്റെ മുഖം നോക്കിയില്ലേ? റബ്ബിന്റെ അടുക്കല് ഞാൻ തെറ്റുകാരനായി പോയില്ലേ? എന്തു ചെയ്യും അല്ലാഹ്? അവിടുന്ന് സാലബ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, ഇനി ഞാൻ ഈ വീട്ടിൽ നിന്നാൽ, ഇനിയും ഞാൻ ഈ വീട്ടിൽ നിന്നാൽ ഈ രാജാവ് വരുന്നത് വരെ ദിവസങ്ങളോളം താമസിച്ചാൽ ഞാൻ പല പ്രാവശ്യം അന്യ സ്ത്രീയെ കാണേണ്ടി വരുമോ? അത് ചിന്തിച്ചുകൊണ്ട് മഹാനായ സാലബ റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ നിന്നങ്ങ് പുറത്തിറങ്ങി. ഇനി റബ്ബ് പൊരുത്തപ്പെടാത്ത രൂപത്തിൽ എന്റെ കണ്ണുകൊണ്ട് ഇവിടെ നിന്നാൽ കാണുമല്ലോ. രാജാവ് ഏൽപ്പിച്ചു പോയ ഉത്തരവാദിത്തമാണെങ്കിലോ അന്യ രൂപത്തില് അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് ഇനിയും നോക്കേണ്ടി വന്നാലോ? ചിന്തിച്ചു മഹാനവറുകള്. അതാ വീട്ടിൽ നിന്നങ്ങ് പുറത്തിറങ്ങുന്നു, വലിയ മലമുകളിലേക്ക് കാട് കയറുന്നു. കാട് കയറിയിട്ട് മഹാനവറുകൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, മഹാനവറുകൾ ഇങ്ങനെ പറയുകയാണ്, അല്ലാഹു ഞാൻ വലിയൊരു തെറ്റെന്റെ ജീവിതത്തിൽ ചെയ്തു പോയി. ഞാൻ ആ രാജാവിന്റെ ഭാര്യയെ എന്റെ കണ്ണുകൊണ്ടൊന്ന് കണ്ടുപോയി. റബ്ബിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ എനിക്ക് അല്ലാഹ് മാപ്പ് നൽകില്ലെങ്കിലോ? ചിന്തിച്ചുകൊണ്ട് മഹാനവറുകള് പതാ വലിയ പാറക്കുന്നിന്റെ മുകളിൽ കയറിയിട്ട് അതാ കുന്ന് കയറുന്നു. അവിടെ നിസ്കരിക്കുന്നു, ദിക്റിൽ മുഴുകുന്നു. മഹാനായിരിക്കുന്ന സാലബ റളിയല്ലാഹു അൻഹു വലിയ വിഷമം തോന്നിപ്പോയി. അതാണ് വലിയ മഹാന്മാരുടെ സൂക്ഷ്മത. ആ മഹാനവറുകൾ ചിന്തിക്കുകയാണ്, പടച്ചോനെ എന്റെ തെറ്റ് എനിക്ക് മാപ്പ് നൽകോ അല്ലാഹ്. താരീഖ് നീണ്ട ചരിത്രമാണ്, ഞാൻ വാക്കു ചുരുക്കി പറയുകയാണ്. അവിടുന്ന് ചിന്തിക്കാണ്, പടച്ചോൻ എനിക്ക് പൊരുത്തപ്പെടാതെ ഞാനങ്ങ് മരിച്ചു പോയാൽ എന്റെ ജീവിതം നഷ്ടമായില്ലേ? ബർസഖിയായ ലോകം നഷ്ടമായില്ലേ? അവിടുന്ന് ഒരു ഭ്രാന്തനെ പോലെ ചുറ്റി നടക്കുകയാണ്. ഒരുപാട് ദിവസങ്ങൾ ആ കാട്ടിൽ ഇങ്ങനെ കുന്നിന്റെ മുകളിൽ നടക്കുന്നു. സുബ്ഹാനല്ലാഹ്, കുടിക്കാൻ വേണ്ടതുപോലെ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. അവിടെയുള്ള മരങ്ങളിൽ നിന്ന് ഇല പറിച്ചെടുത്ത് ചപ്പുകൾ പറിച്ചെടുത്ത് ഭക്ഷിക്കുന്നു. എവിടുന്നെങ്കിലും ചെറിയ വെള്ളത്തിന്റെ വെള്ളം കിട്ടിയാൽ അത് കുടിക്കുന്നു. അങ്ങനെ പകൽ സമയം അങ്ങനെ കഴിയുന്നു, രാത്രി സമയം വിവാദത്തിൽ കഴിയുന്നു. അങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ആ നടത്തത്തിന്റെ ഇടയിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട രാജാവ് നാട്ടിലെത്തി. ഭാര്യ കഥകളൊക്കെ പറഞ്ഞു, ആളെ കാണുന്നില്ല, സാലബ റളിയല്ലാഹു അൻഹു ഇവിടെ ഇല്ല. നേരം ആ രാജാവ് പോകുന്നു ഇലാ ഹളറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അടുക്കൽ പോകുന്നു. തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ, ഞാൻ സാലബ റളിയല്ലാഹു അൻഹുവിനെ
എന്റെ വീട്ടിൽ ഏൽപ്പിച്ചു പോയതാണ്. യാത്ര കഴിഞ്ഞ് വന്നപ്പോ സലമാനെ കാണുന്നില്ലല്ലോ. ഇവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ സ്ഥിരമായി വരുന്നവരല്ലേ, ഇവിടെ ഉണ്ടോ യാ റസൂലല്ലാഹ്? നബി തങ്ങൾ സ്വഹാബികളോട് ചോദിച്ചു, ഓ പ്രിയപ്പെട്ട ഉമർ തങ്ങളെ, ഉണ്ടോ സാലമ വരാറുണ്ടോ? അതാ സ്വഹാബികൾ പറഞ്ഞു, ഇല്ല നബിയെ, ഒരുപാട് ദിവസമായി സാലമാനെ കാണുന്നില്ല, ഒരുപാട് ദിവസമായി കാണുന്നില്ല, പള്ളിയിൽ വരുന്നില്ല. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, ഓ പ്രിയപ്പെട്ട സ്വഹാബികളെ, സാലമാനെ ഒന്ന് അന്വേഷിക്കുമോ? സാലമാനെ അന്വേഷിക്കുമോ? ആ സാലബ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവാ. ഞാൻ വാക്കു ചുരുക്കട്ടെ, സ്വഹാബികൾ അതാണ് ഈ സാലബ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അന്വേഷിക്കുകയാണ്, തേടുകയാണ്. ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, കാണുന്നില്ല. അവസാനം ആരോ പറഞ്ഞു, ഈ മലന്റെ മുകളിൽ ഒരു ഭ്രാന്തനെ പോലത്തൊരു വ്യക്തി അവിടെ നടക്കുന്നുണ്ട്. നബിതങ്ങള് അന്വേഷിക്കാൻ മാത്രം ബഹുമാനമുള്ള ആളൊന്നുമല്ല, ഒരു ഭ്രാന്തനാണ് അദ്ദേഹം. പകൽ സമയമായാൽ അദ്ദേഹം അവിടെ ഇങ്ങനെ നടക്കും, രാത്രിയായാൽ അവിടെ ദിക്റിലായി കിടക്കും. അങ്ങനത്തെ ഭ്രാന്തവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹമാണോ? സ്വഹാബികൾ അതാ പോയി അന്വേഷിക്കുമ്പോ ആ സഅലബ റളിയല്ലാഹു അൻഹു തന്നെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅലബ, നിങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നുണ്ട്. ആ സമയം സഅലബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ വരൂല, നബി തങ്ങളെ മുമ്പിലേക്ക് ഞാൻ വരൂല. വീണ്ടും ഈ സ്വഹാബികൾ പറയാണ്, നബി തങ്ങളല്ലേ വിളിച്ചത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബല്ലേ വിളിച്ചത്, വരണ്ടേ, വന്നാലേ പറ്റൂ. ആ സ്വഹാബികളെ ശക്തമായ വിളി കേട്ടപ്പോ നബി തങ്ങളെ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കി റളിയല്ലാഹു അൻഹു മെല്ലെ മെല്ലെ ആ കാട്ടിൽ നിന്ന് ഇറങ്ങി. അതാ പരിശുദ്ധ മദീനയിലെത്തി. മദീനയിലെത്തിയപ്പോ സഅലബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബികളെ, എനിക്ക് നബി തങ്ങൾ അടുക്കലേക്ക് ഡയറക്റ്റ് എന്നെ കൊണ്ടുപോകണ്ട, ഡയറക്റ്റ് നബി തങ്ങൾ എനിക്ക് കാണാൻ കഴിയില്ല. എന്തേ കാരണം? ഞാൻ തെറ്റിച്ചു പോയ മനുഷ്യനാണ്. കാരുണ്യത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് ഡയറക്റ്റ് അങ്ങ് കാണാൻ എനിക്ക് കഴിയില്ല സ്വഹാബ. ആ നിലക്ക് നബി തങ്ങൾ അടുക്കലേക്ക് ഞാൻ എത്തിപ്പെടുകയാണ്. മദീനയെത്തിയപ്പോ സഅലബ പറഞ്ഞു, ഞാൻ ഇപ്പയില്ല, നബി തങ്ങൾ നിസ്കരിക്കാൻ പള്ളിയിൽ കയറിയാൽ തക്ബീർ കെട്ടിയാൽ ഞാൻ അങ്ങ് വരും, അതിന്റെ മുമ്പ് എനിക്ക് വരാൻ പറ്റൂല. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ മിഹ്റാബിലേക്ക് നിസ്കരിക്കാൻ കയറി. അതാ നിസ്കാരത്തിലേക്ക് അങ്ങ് കെട്ടി, തക്ബീർ അങ്ങ് കെട്ടി. അവിടുന്ന് അങ്ങ് ഫാത്തിഹ തുടങ്ങിയപ്പോൾ സഅലബ റളിയല്ലാഹു അൻഹു അതാ മഅ്മൂമായി പിറകെ നിൽക്കുന്നു. നബി തങ്ങൾ സലാം വീട്ടി. നബി തങ്ങൾ അങ്ങ് സലാം വീട്ടി. സലാം വീട്ടിയതോടുകൂടെ സഅലബ റളിയല്ലാഹു അൻഹു ബോധം കെട്ടങ്ങ് വീണുപോയി. അതാ ബോധമില്ലാതെ കിടക്കുന്നു. വാക്കു ചുരുക്കി പറയട്ടെ, സഅലബ റളിയല്ലാഹു അൻഹു അന്വേഷിക്കുന്നു ഹബീബായ തങ്ങൾ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുകയാണ്, എവിടെ ഉമറേ, സഅലബ വന്നില്ലേ? വന്നിട്ടുണ്ട് നബിയെ, ബോധം കെട്ടി കിടക്കുകയാണ്. നബി തങ്ങളെ സലാമിന്റെ സൗണ്ട് കേട്ടപ്പോ ബോധം കെട്ട് കിടക്കുകയാണ് സഅലബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തുപോയി. സഅലബാനെ അങ്ങ് മന്ത്രിച്ചപ്പോ കണ്ണ് തുറന്നു. സുബ്ഹാനല്ലാഹ്. സഅലബ
സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ ആ ശരീരം തല ഹബീബായ തങ്ങളെ മടിത്തട്ടിലേക്ക് അങ്ങ് പിടിച്ച് വെക്കുമ്പോ സഅലബ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വലിക്കുകയാണ്. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, എന്റെ തെറ്റ് ചെയ്തു പോയ തല അങ്ങയുടെ ശരീരത്തിൽ അങ്ങയുടെ മടിത്തട്ടിൽ വെക്കാൻ എനിക്ക് കഴിയില്ല യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളോടങ്ങ് പറഞ്ഞ് തലയങ്ങ് വലിക്കുമ്പോൾ നബി തങ്ങൾ വീണ്ടും അതാ മടിത്തട്ടിൽ വെക്കുന്നു, ഇറങ്ങുന്നു. മലക്കുൽ വഹയിൽ മലക്ക് ജബറായിൽ അലൈഹിസ്സലാം വന്ന് ഇടപെടുന്നു. നബി തങ്ങളോട് പറഞ്ഞു, റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു പറഞ്ഞേച്ചതാണെന്നെ. ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, സഅലബാക്ക് അല്ലാഹു പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് നബിയേ. ആ സന്തോഷം നബിയെ സഅലബാനോട് അങ്ങ് പറയണം, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ആ കാര്യം ഹബീബായ തങ്ങള് സഅലബയോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഅലബാ, അങ്ങക്ക് മാപ്പ് കിട്ടിയിട്ടുണ്ട്, പൊരുത്തപ്പെട്ട് കിട്ടിയിട്ടുണ്ട്, വിഷമിക്കേണ്ടതില്ല, അങ്ങയുടെ ആഖിറം രക്ഷപ്പെട്ട് സഅലബാ. കേൾക്കേണ്ട താമസം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, കൈപിടിച്ചമർത്തുകയാണ്. എന്നിട്ട് ഹബീബിനോട് പറയുന്നു, നബിയേ, എന്റെ ദോഷം പൊരുത്തപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ നബിയേ? ഉണ്ട് സഅലബാ, അല്ലാഹുവിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം അത് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് സഅലബ റളിയല്ലാഹു അൻഹു ഹബീബിനോട് പറയുന്നു, എങ്കിൽ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഇനി എനിക്ക് ഇവിടെ ജീവിക്കേണ്ട നബിയേ, എനിക്ക് ദുനിയാവിൽ ജീവിക്കേണ്ടതില്ല. എന്റെ ദോഷം പൊരുത്തപ്പെട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്ക് മാപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്ക് തങ്ങളുടെ ശറഫാക്കപ്പെട്ട അവിടുത്തെ മടിത്തട്ടിൽ കിടന്ന് എനിക്ക് മരിക്കണം നബിയേ. സഅലബ റളിയല്ലാഹു അൻഹു അങ്ങ് പറയുന്നതോടുകൂടെ വരുന്നു മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം. മഹാനായ സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ റൂഹിനെ പിടിച്ചെടുക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലോകത്തോട് സഅലബ റളിയല്ലാഹു അൻഹു വിട പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ എന്തിനു വേണ്ടി ഈ വിഷയം ഇവിടെ പറഞ്ഞു? എത്ര തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും റബ്ബിനോട് മാപ്പ് പറഞ്ഞോ, അള്ളാഹുവിനോട് പൊറുപ്പിച്ചോ, റബ്ബ് പൊരുത്തപ്പെടോ. പൂകൂമ്പാരം പോലെ ചെയ്ത തെറ്റുകുറ്റങ്ങൾ റബ്ബ് പൊരുത്തപ്പെടാതിരിക്കില്ലല്ലോ. അതല്ലേ നേരത്തെ ഖുർആൻ പറഞ്ഞത് ഓർമ്മപ്പെടുത്തിയത്, ഖുൽ യാ ഇബാദിയല്ലദീന അശ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു ജല്ല ജലാലുഹു മല പോലെ കുന്നുപോലെ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ അടിമകൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നമ്മൾ ഒരാളും ആശ മുറിയണ്ട, പിന്മാറണ്ട. പരിശുദ്ധ റജബ് മാസമാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുക, ഹറാമുകളൊക്കെ നിർത്തിവെക്കുക, കഴിവിന്റെ പരമാവധി ഖത്മുകൾ പൂർത്തിയാക്കുക. റജബ് ശഅബാൻ റമളാനിലൊക്കെ ധാരാളം ഖുർആൻ ഖത്മുകൾ വർദ്ധിപ്പിച്ചോ, സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചോ, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചോ, റബ്ബിലേക്ക് മടങ്ങിക്കോ. വളരെ ചുരുങ്ങിയ കാലം ഇവിടെ ജീവിതമുള്ളത്. തുർക്കലിക്ക് ഔലിയാക്കന്മാർ പോലോത്ത വലിയ വലിയ മഹാന്മാർ
മഹാന്മാരായ ഔലിയാക്കന്മാര് ഈ ഭൂമിയെ പരിചയപ്പെടുത്തിയത് അദ്ദുനിയാ ദാറുൽ ഫനാ വൽ ആഖിറതു ദാറുൽ ഖുലൂദ്. ഇവിടുത്തെ ജീവിതം നിലനിൽപ്പില്ല, എല്ലാം നശിക്കുന്ന ലോകമാണ്. ഇവിടുത്തെ ദാമ്പത്യ ജീവിതം, ഭാര്യഭർത്തൃ ജീവിതം, മക്കൾക്ക് വീടിന്, കൊട്ടാരത്തിന്, ഫ്ലാറ്റിന്, വാഹനത്തിന്, കൃഷിക്ക് ഒന്നിനും നിലനിൽപ്പില്ല, എല്ലാം നശിക്കുന്ന ലോകമാണ്. നശിക്കാത്ത ലോകം വല്ലാഖിറതു ദാറുൽ ഖുലൂദ്, അത് പാരത്രിക ലോകമാണ്. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. വല്ലാഖിറതു ഖൈറുൻ വബഖാ, ശേഷിക്കുന്ന ലോകം അത് പാരത്രിക ലോകമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാര്, സഹോദരിമാര്, ഈ ചുരുങ്ങിയ കാലായുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിച്ച്, റബ്ബിന്റെ പൊരുത്തത്തിൽ പ്രവർത്തിച്ച് അവസാന ശ്വാസം നിലക്കുമ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖായ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട വജ്ഹ് കണ്ട് തബസ്സുമിൽ വിരിയാൻ നമുക്ക് കഴിയണം. ഈ പരിശുദ്ധ ഉറൂസ് മുബാറക് മജ്ലിസ് ആ രൂപത്തിലായി അല്ലാഹു നമുക്ക് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് പ്രസംഗിക്കാനുള്ള ഉസ്താദ് വരാനുണ്ട്. ഞാൻ അതുവരെ സംസാരിച്ച നമ്മളെ മൊയ്നി അഹ്സനി എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രസംഗം ഇവിടെ നടത്തും. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദീനി ദഅവത്തിന് വേണ്ടി എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും പ്രവർത്തകന്മാർക്കും ഒക്കെ അല്ലാഹുവിന്റെ തആത്തിലുള്ള ആയുസ്സും ആഫിയത്തും ഇസ്സത്തും ബറക്കത്തും റിഫഅത്തും അല്ലാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മുഹമ്മദ്. അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, പവിത്രമാക്കപ്പെട്ട ഈ റജബിന്റെ പുണ്യമേറിയ ഈ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ ഷറഫുള്ള, ബഹുമാനമുള്ള, ആദരവുള്ള ഈ സമയത്ത്, ഈ ദുആക്ക് ഇജാബത്തുള്ള സമയം, തുർക്കലിക്ക് ഔലിയാക്കന്മാരെ ഉറൂസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രഭാഷണ ആത്മീയ മജ്ലിസിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടി റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനേ. ഖൈറാത്ത് ബറകാത്തുകൾ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഈ മഹാന്മാരെ ദർജ നീ ഏറ്റിക്കെടുക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുമായി ബന്ധപ്പെട്ട പല ആളുകളും രോഗികളുണ്ട്. എല്ലാ രോഗങ്ങളും നീ ആജിലായ ശിഫ നൽകണം അല്ലാഹ്. കാമിലായ സുഖം നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ധരിക്കാൻ വേണ്ടി മാരകമായ ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, കിഡ്നിക്ക് തകരാറ് ഉൾപ്പെടെ ധാരാളം വിഷമങ്ങൾ പറഞ്ഞ ആളുകൾ പല സ്ഥലങ്ങളിലും, നമ്മളെ നാടുകളിലും പരിസരങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ധാരാളം ആളുകൾ ധരിക്കാൻ പറഞ്ഞ മാരക രോഗങ്ങൾ പിടിപെട്ട എത്രയോ സ്റ്റേജുകൾ ചെല്ലുമ്പോൾ, ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ഇവിടെ പൊയ്യത്തവയിൽ ദർസിന്റെ വാർഷികത്തിൽ പോയി. അതിന് 9 ദിവസം കണ്ണങ്കാരിൽ ദർസ് വാർഷികം. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞ്, ക്യാൻസർ പിടിപെട്ട ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ചെറിയ കുട്ടിക്ക് കണ്ണിൽ ക്യാൻസർ പിടിപെട്ടിട്ട് വലിയ വിഷമകരമായ അവസ്ഥയിൽ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു. ഞാൻ ഞായറാഴ്ചയായിരുന്നു കണ്ണങ്കാർ സോലാത്തിന്റെ വാർഷിക മജ്ലിസ്. അന്ന് ഞാൻ ശനിയാഴ്ച ദുബൈയിലായിരുന്നു, അബുദാബിയിൽ. നമ്മൾ ICF-ന്റെ നമ്മുടെ സംഘടനയുടെ പരിപാടി ഉണ്ടായിരുന്നു അബുദാബിയിൽ ശനിയാഴ്ച. ആ പരിപാടി സംബന്ധിച്ചപ്പോൾ നമ്മുടെ ഈ പരിസരത്തുള്ള ബെൽത്തങ്ങാടി താലൂക്കിൽപ്പെട്ട 2 ആളുകൾ പറഞ്ഞു, ഞങ്ങള് നാടിന്റെ പേര് പറഞ്ഞു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, നമ്മുടെ താലൂക്കിലാണ്. എന്റെ വയറ്റിൽ ക്യാൻസറാണ് തങ്ങളെ. ഏകദേശം 8 മാസമായി തുടങ്ങിയിട്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ ലൈവിൽ അവർ കാണുന്നുണ്ടാകും. ഞാൻ മറ്റു ശാസ്ത്രമൊക്കെ ദ്വാരന്നിട്ടുണ്ട്. അതിന് ശേഷം 8 മാസമായി തുടങ്ങിയിട്ട് വയറ്റിൽ ക്യാൻസറാണ്. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. ഈ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടും ലക്ഷങ്ങൾ ചെലവുണ്ടല്ലോ. തങ്ങളെ നാട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ, വീട്ടിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ക്യാൻസർ ഉള്ളതോടുകൂടെ ചെറിയൊരു ടാബ്ലറ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ക്യാൻസറാണ്, പ്രത്യേകം ദ്വാരിക്കണം റബ്ബേ. ആ ചെറുപ്പക്കാരൻ നീ പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ദുബൈയിൽ അജ്മാനിൽ ഇതുപോലത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച അവിടെ ചെന്നപ്പോൾ എത്ര ആളുകൾ, നമ്മൾ ചോദിച്ചാൽ നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ ഈ നാട്ടിലെ ഈ ക്യാൻസറും രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾ നിന്ന് ഗൾഫിൽ വരെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് ജോലി ചെയ്യാണ് നാട്ടിലെ മായശത്തിന് വേണ്ടി. പടച്ചവനെ അവർക്കൊക്കെ ആഫിയത്ത് നൽകണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്. ശിഫാഇന്റെ ഔദാര്യമാണ് റബ്ബേ. പൂർണ്ണ സുഖം നൽകണേ അല്ലാഹ്.
ഞങ്ങൾക്ക് ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين مصافات لا أشتاق يا بوري ترتيب